ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, സിമോണ മർത്തീനിയുടെ വളരെ സുന്ദരമായിട്ടുള്ള ഒരു ചിത്രമുണ്ട്. മാതാവിൻ്റെ മംഗളവാർത്തയെക്കുറിച്ചാണത്. മാലാഖയുടെ സന്ദേശത്തിൽ ഇങ്ങനെ അത്ഭുതപ്പെട്ടിരിക്കുന്ന മറിയത്തെക്കുറിച്ചാണത്. ജീവനെ അത്ഭുതത്തോടെ നോക്കിക്കാണാനാവുക, ജീവന് മുൻപിൽ അത്ഭുതപ്പെടാനാവുക. ഒരുപാട് ധ്യാനമുള്ള മനുഷ്യർക്ക് അത് സാധ്യമാകും. ഇങ്ങനെ ജീവനെ അത്ഭുതത്തോടെ നോക്കിക്കാണുന്ന ഒരാൾ ആ ജീവൻ്റെ കാവലായിരിക്കുവാനായിട്ട് ഏതറ്റം വരെ വേണമെങ്കിലും പോകും. അതിന് കാരണം ഈ ജീവൻ്റെ മഹത്വവും ശ്രേഷ്ഠതയും തിരിച്ചറിയാൻ അയാൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. സങ്കീർത്തനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് മനുഷ്യൻ്റെ സൃഷ്ടിയെക്കുറിച്ച്. മാലാഖമാരേക്കാൾ അല്പം മാത്രം താഴ്ത്തി ദൈവം അവനെ സൃഷ്ടിച്ചു, മഹത്വവും ബഹുമാനവും കൊണ്ട് കിരീടമണിയിച്ചു. എന്തൊരത്ഭുതമാണ് ഓരോ മനുഷ്യനും. നമ്മുടെ ജീവനിലേക്ക് തന്നെ നോക്കിയാൽ നമുക്കത് ബോധ്യപ്പെടും. നമ്മുടെ ശരീരത്തെക്കുറിച്ച് ഒന്ന് ധ്യാനിച്ചാൽ തന്നെ നമുക്ക് തിരിച്ചറിയാനാവും എന്തൊരു വലിയ അത്ഭുതമാണ് ഞാനെന്ന്. അതിനേക്കാൾ വലിയ അത്ഭുതമാണ് നമ്മുടെ ചിന്താമണ്ഡലവും ബൗദ്ധിക ജീവിതവും. സ്വതന്ത്രമായിട്ട് ചിന്തിക്കുവാനും തീരുമാനമെടുക്കുവാനും കഴിയുന്ന നമ്മളെല്ലാവരും ഓരോ ലോകങ്ങളാണ് എന്നാണ് പറയുക. നമ്മൾ ദൈവത്തിൻ്റെ രൂപത്തിലും ഛായയിലും സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ തന്നെ അതിനർത്ഥം സ്വതന്ത്രമായി ചിന്തിക്കുവാനും തീരുമാനമെടുക്കുവാനുമായിട്ടുള്ള കഴിവോടുകൂടെ നമ്മൾ സൃഷ്ടിക്കപ്പെട്ടു എന്നാണ്. ഇങ്ങനെ ഒരു ലോകമായിട്ടുള്ള നമ്മളിലേക്ക് മറ്റൊരാൾക്ക് പ്രവേശിക്കാനാവുന്നത് നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ വാതിലുകൾ ബോധപൂർവം അയാൾക്ക് മുൻപിൽ തുറന്നു കൊടുക്കുമ്പോൾ മാത്രമാണ്. ഇതൊക്കെ നമ്മളെ ക്ഷണിക്കുന്നത് എത്രമാത്രം ആഴമുള്ളതാണ് മനുഷ്യജീവൻ, മനുഷ്യൻ എന്ന് തിരിച്ചറിയുവാനായിട്ടാണ്. ഇത്തരത്തിലുള്ള തിരിച്ചറിവിനെയാണ് നമ്മൾ ആദരവ് എന്ന് പറയുന്നത്. മനുഷ്യൻ്റെ ഈ ശ്രേഷ്ഠത തിരിച്ചറിഞ്ഞ് അതിനെ വിലമതിക്കുമ്പോൾ അത് ആദരവായിട്ടും അത് സ്നേഹമായിട്ടും മാറും. മനുഷ്യൻ്റെ ഈ ശ്രേഷ്ഠത ഏത് കാലഘട്ടത്തിലും ഏത് സാഹചര്യത്തിലും അവന് അവകാശപ്പെട്ടതാണ്. നമ്മൾ പറയാറില്ലേ, പൊട്ടിയ ഒരു പൂപ്പാത്രത്തിലിരിക്കുന്ന പൂവ് എപ്പോഴും പൂവ് തന്നെയാണെന്ന്. അതുപോലെ തന്നെ ഏത് സാഹചര്യത്തിലും, അതെത്ര സഹനത്തിൻ്റെ സാഹചര്യത്തിലായാലും വാർദ്ധക്യത്തിലായാലും ഗർഭാവസ്ഥയിലായാലും ഒക്കെ മനുഷ്യന് ശ്രേഷ്ഠതയുണ്ട്. അത് തിരിച്ചറിഞ്ഞ് വിലമതിക്കുവാനും ഈ ക്രിസ്മസ് കാലം നമ്മെ ക്ഷണിക്കുന്നുണ്ട്. ഈ നാളുകളിൽ സവിശേഷമായി ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഇടപെടലുകളിൽ പരസ്പരം ആദരവുണർത്തുന്ന രീതിയിൽ ഇടപെടാനും വിലമതിക്കുവാനും എനിക്ക് കഴിയണേ എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. ദൈവത്തിൻ്റെ നാമത്തിന് ഉപരിമഹത്വമുണ്ടാകട്ടെ.